ലൈവ് ലൈഫ് യൂട്യൂബ് ചാനലിൻ്റെ യൂത്ത് കോർണർ എന്ന് പറയുന്ന പുതിയൊരു യാത്രയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യും. യുവജനങ്ങൾ ഇന്ന് സഭകളിൽ അഭിമുഖീകരിക്കുന്ന ഒത്തിരി പ്രതിസന്ധികൾ, ഒത്തിരി പ്രശ്നങ്ങൾ, അവർ അനുഭവിക്കുന്ന നന്മകൾ, അവർ അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങൾ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളോടൊപ്പം വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയ സുഹൃത്തും നമ്മളോടൊപ്പം കണ്ണൂരിൻ്റെ ജില്ലകളിൽ വിവിധയിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സുവിശേഷനും കൂടിയാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. പ്രിയ സുഹൃത്ത് രാഹുൽ നമ്മുടെ ഒപ്പമുണ്ട്. രാഹുലിനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഹായ്, എൻ്റെ പേര് രാഹുൽ. കണ്ണൂരാണ് എൻ്റെ സ്വദേശം. ഞാനിപ്പം പയ്യോളി കൊച്ചു സഭയിൽ ഒരു സഹോദരൻ്റെ കൂടെ ആണ് പ്രവർത്തിക്കുന്നത്. മുമ്പ് 2 വർഷം നാഗ്പൂരായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ രാജസ്ഥാനിലും മേസ്റ്റോട് ബന്ധപ്പെട്ട് അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ നാട്ടിലാണ്. പുള്ളിയുടെ ശുശ്രൂഷയുടെ കൂടെ ചുമക്കൊടുത്ത് ഇങ്ങനെ പോകുന്നു. സഹോദരൻ രാഹുലിനോട് എനിക്ക് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങൾ, രാഹുലിനോട് മാത്രമല്ല ഇന്നത്തെ സമൂഹം അഭിമുഖീകരിക്കുന്ന പലരോടും ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന്റെ ഫസ്റ്റ് കണ്ണി നമ്മുടെ പ്രിയ സഹോദരൻ രാഹുലാണെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കും ഈ ചോദ്യത്തിനുള്ള മറുപടി ഞങ്ങൾക്ക് എഴുതി അറിയിക്കുന്നതാണ്. ഈ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അതിനുള്ള കമന്റുകൾ നിങ്ങൾക്ക് എഴുതി അറിയിക്കുന്നതാണ്. ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതിൽ എഴുതി അറിയിക്കുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ രാഹുലിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ സഭയിൽ യുവാക്കൾ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ യുവാക്കൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങളുടെ സഭകളിൽ അല്ലെങ്കിൽ സഹോദരൻ പോകുന്ന ഒരു സഭയിൽ ഇപ്രകാരം എന്തെങ്കിലും പ്രതിസന്ധി ഒരു യുവാവ് എന്ന നിലയിൽ ഈ തലമുറയിൽ ജീവിക്കുമ്പോൾ സഭകളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സഭയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ നമ്മളോട് ഷെയർ ചെയ്യാം. അപ്പോൾ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് ചർച്ചിന്റെ ഏറ്റവും വലിയൊരു പാർട്ടാണ്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യങ്സ്റ്റേഴ്സ് ആണ്. കാരണം അവര് വളർന്നിട്ടാണ് നാളെ ഒരു നല്ല ശുശ്രൂഷകനും അവരിൽ നിന്നാണ് ഓരോരുത്തർ ആയിട്ട് മാറുന്നത്, വലിയ വലിയ ആൾക്കാരായിട്ട് മാറുന്നത്. സോ യങ്സ്റ്റേഴ്സിന് ചർച്ച് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റും. എന്റെ സഭയെന്ന് പറയുന്നില്ല, ഒരു കോമൺ ആയിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ചർച്ചിൽ ഇപ്പം യങ്സ്റ്റേഴ്സിന് വേണ്ടതായ അറ്റൻഷൻ ലഭിക്കുന്നില്ല. കാരണം അവരുടെ പൊട്ടൻഷ്യൽ, അവരുടെ കഴിവ് അതൊന്നും പുറത്തു വരാനൊരു അവസരം അവർക്ക് കിട്ടുന്നില്ല. എപ്പോഴും ഒരു അവസരമാണ് ഒരാളെ നാളെ നല്ലൊരു പുരോഗതിയിലേക്ക് കൊണ്ടുവരിക. ചിലപ്പം അവന്റെ അകത്ത് ഒരു വ്യക്തിയുടെ മ്യൂസിഷൻ ഉണ്ടായിരിക്കാം, പക്ഷെ അത് ഗ്രോ ചെയ്യാനൊരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും. ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ അവസരം ആഗ്രഹിക്കുന്ന ആൾക്കാരെ വരെ അടിച്ചമർത്തുന്ന ആൾക്കാർ വരെയുണ്ട് ഓരോന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നില്ല. യങ്സ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് തന്നെ അതാണ്. നമ്മൾ ഏതെങ്കിലും തരത്തിലേക്ക് വളരണം എന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് നമ്മുടെ സഭകളിൽ നിന്ന് ലഭിക്കുന്നില്ല. യഥാർത്ഥമായിട്ട് ലഭിക്കും. ആത്മീകമായിട്ട് പോലും അതിനൊരു സപ്പോർട്ട് ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ യുവജനങ്ങളുടെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്രകാരം എന്തെങ്കിലും ആത്മീകമായിട്ട് ഉളയാൻ തക്ക രീതിയിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ എന്തെങ്കിലും കാര്യങ്ങൾ പറയാം? എനിക്ക് പ്രത്യേകിച്ച് പറയാം. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. കാരണം ഒരു നമ്മൾ എന്ത് പറയുമ്പോഴും ഒരു സക്സസിന്റെ പിറകില് ഒത്തിരി ഹാർഡ് വർക്ക് ഉണ്ടാവും, ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഒരാളിപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നന്നായിട്ട് കീബോർഡ് വയ്ക്കുന്ന ഒരാൾ ആ സ്റ്റേജിൽ എത്തുന്നതിന് മുമ്പ് ഒത്തിരി പേര് അയാളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ലെവലിലേക്ക് എത്തുവാനായിട്ട് അവരെ ഒത്തിരി പേര് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ലെവലിലേക്ക് കടന്നിട്ടാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. അതുപോലെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരില്ലാത്തതാണ് പ്രശ്നം. സഭയിലെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് രാഹുൽ ബ്രദർ ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സഭയിൽ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. പല ആൾക്കാരും പാട്ട് പാടാൻ വളരെ കഴിവുള്ള ആൾക്കാരുണ്ടാകും, അല്ലെങ്കിൽ കീബോർഡ് വായിക്കാൻ മ്യൂസീഷ്യൻസ് ആയിട്ട് ആൾക്കാരുണ്ടാവും, പലതരം മേഖല സ്പോർട്സിന്റെ മേഖലകളിൽ ആൾക്കാരുണ്ടാവും. അതുപോലെ തൻ്റെതായ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ തക്ക രീതിയിൽ ഒരു സപ്പോർട്ടും സഭകളിൽ നിന്ന് ഇന്നത്തെ യുവതലമുറക്ക് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം വളരെ 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 മുദ്രയിട്ടുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൽ നിന്നും അപ്പുറമായിട്ട് നമ്മൾ ബൈബിളിലേക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ രാഹുൽ ബ്രദറിനെ അതിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. ഒരു കാര്യം ബൈബിൾ പറയുന്നു, യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് മൊത്തം യുവജനങ്ങളായിരുന്നു. പക്ഷേ ഇന്നത്തെ തലമുറയിൽ സഭയിൽ യുവജനങ്ങൾക്ക് ഒരു 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 അഭിപ്രായം പറയാൻ പോലും പറ്റാത്ത രീതിയിൽ അവരെ അടിച്ചമർത്തല്ല, അവരുടെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ. ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയുക?
പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് ഒരു കൊച്ചുകുട്ടി അല്ലെങ്കിൽ ഒരു അയാൾ അഭിപ്രായം പറയുന്ന സമയത്ത് അവൻ പറയുന്നത് പലപ്പോഴും തെറ്റാണ് എന്നായിരിക്കും. കാരണം ഒത്തിരി പേരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറയുന്നത് മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ നമ്മളിപ്പോ യങ്സ്റ്റേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അഡ്വാൻസ്ഡ് ആണ്, അവർക്ക് ഒത്തിരി നോളജ് ഉണ്ട്. ഇപ്പൊ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാര്യത്തെ പറ്റി കൃത്യമായിട്ടുള്ള അറിവ് അവർക്കുണ്ട്. പണ്ട് കാലങ്ങളില്ലാതെ കിട്ടാൻ ഒത്തിരി കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒത്തിരി കുട്ടികളൊക്കെ ലോജിക്കലി ചിന്തിക്കാൻ തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ. അപ്പൊ നമ്മളത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് വിമർശനം മാത്രമേ ലഭിക്കാറുള്ളൂ. ഇത് തന്നെയാണ് യഥാർത്ഥ ഒരു കാര്യം. നമ്മളെ യുവജനങ്ങൾക്ക് അറിവില്ല, അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് ഒരു കാര്യത്തിലും അതിൻ്റെതായ രീതിയിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ള ചിന്താഗതി പലപ്പോഴും പലരെയും അടിച്ചമർത്തുന്നു. പലരും ആ ഒരു നിലയിലേക്ക് വന്നതുകൊണ്ട്, ഞാൻ ആരും പേഴ്സണലായിട്ട് പറയുന്നില്ല, കോമൺ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ പലരെയും അടിച്ചമർത്തുന്ന പല യുവജനങ്ങളുടെയും ചിന്താഗതികളെ, അല്ലെങ്കിൽ ഇന്നത് ചെയ്യാം, നമുക്ക് ഈ കൺവെൻഷൻ മാറ്റി വെച്ചിട്ട് ഇന്നത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ പ്രവർത്തനം ഈ രീതിയിലേക്ക് കൊണ്ടുപോകാം, സഭയിൽ സുവിശേഷീകരണം ഇന്ന രീതിയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള ചിന്താഗതികൾ പലപ്പോഴും അതിനെ വേണ്ടെന്ന് വെക്കുന്ന തരത്തിലുള്ള ഒരു സഭാ നേതൃത്വങ്ങളാണ് പലപ്പോഴും ഇന്നത്തെ യുവജനങ്ങളുടെ ഇടയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് കടന്നു വരാൻ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഇതിനൊരു പോംവഴി എന്തെന്നുള്ള കാര്യം നമുക്ക് സൂക്ഷിച്ചറിയേണ്ടിയിരിക്കുന്നു. നമുക്ക് അതിനുവേണ്ടി സ്റ്റേ ട്യൂൺ ചെയ്യാം. ഒരു ചോദ്യം കൂടെ രാഹുൽ ബ്രദറിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നുമല്ല, ഇന്നത്തെ സഭയിൽ യൂത്തിന് അല്ലെങ്കിൽ യുവാക്കൾക്ക്, യുവജനങ്ങൾക്ക് എന്താണ് പ്രാധാന്യം? എത്രത്തോളം അവർക്ക് സഭകളിൽ പ്രാധാന്യം? അത് നല്ല ചോദ്യമാണ്. കാരണം യുവാക്കൾക്ക് എത്രത്തോളം അല്ലെങ്കിൽ യുവതികൾക്ക് എത്രത്തോളം എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എന്താ പറയാ, നമുക്ക് വാക്കൊക്കെ അപ്പുറത്താണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കള് പറഞ്ഞു കഴിഞ്ഞാൽ ചോരത്തിളപ്പ്. അപ്പം എന്തൊരു കാര്യം ഏൽപ്പിച്ചാലും വളരെയധികം എന്താ പറയാ ആത്മാർത്ഥതയോടെ അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്ത് ചാടി എല്ലാ കാര്യങ്ങൾക്കും മുമ്പിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഒരു യങ്സ്റ്റർ സ്റ്റേജ് എന്ന് പറയുന്നത്. ചില സമയത്ത് പ്രായ ആൾക്കാർക്ക് അത്ര അധികം ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ യങ്സ്റ്റേഴ്സ് അതിൻ്റെതായ എനർജി ഉണ്ടാവും, അതിൻ്റെതായ ആരോഗ്യബലം ഉണ്ടാവും, അവർക്ക് അതിൻ്റെതായ ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവും, ക്രിട്ടിക്കൽ എന്താ പറയാ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. അപ്പം യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അതിനുള്ള ഉത്തരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. യൂത്ത് കോർണറിന്റെ ഇന്നത്തെ അടുത്ത അതിഥിയെ നിങ്ങൾക്ക് പരിചയപ്പെടാം. നമ്മുടെ കൂടെ ഒരു സ്റ്റുഡൻ്റ് ആണ് ഇന്ന് വന്നിരിക്കുന്നത്. ആ സ്റ്റുഡൻറ്റിനെ നമുക്ക് പരിചയപ്പെടാം. മിസ്റ്റർ സാൽവിൻ ആണ് നമ്മുടെ കൂടെ ഇന്ന് അതിഥിയായിരിക്കുന്നത്. സാൽവിനിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അതുപോലെ തന്നെ സാൽവിനെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. സാൽവിൻ, ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. എൻ്റെ പേര് സാൽവിൻ ജോസ്. ഞാൻ ലാത്രയിൽ നിന്ന് താമസിക്കുന്നത്. ഞാൻ ഇവിടെ ബികോം ഒക്കെ കഴിഞ്ഞിപ്പോൾ അക്കൗണ്ട്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അക്കൗണ്ട് സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ബികോം ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു യുവാവാണ് സാൽവിൻ എന്ന് പറയുന്നത്. സാൽവിന് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രധാന ചോദ്യത്തിലേക്ക് കടന്നു വരാം. സാൽവിൻ, ഇന്നത്തെ സഭയിൽ യുവാക്കൾക്കുള്ള പ്രാധാന്യത എന്ന് പറയുന്നത്, ആക്ച്വലി കുറെ നാളുകളായിട്ട് ഞാൻ ഒരു സഭയിൽ തന്നെ പോകുന്നതാണ്. പല സഭകളും നമുക്ക് കാണാമെന്ന് ചോദിച്ചാൽ ഒരു ചർച്ചിലും മിക്ക ചർച്ചിലും തന്നെ യുവാക്കളെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതായിട്ട് കാണാറില്ല. കാരണം മേ ബി അത് ആകെ ചർച്ചിൽ പോയി ഞായറാഴ്ച പോകുന്ന സമയത്ത് 2.5 മണിക്കൂറുള്ളൂ. 2.5 മണിക്കൂർ ബാക്കിയുള്ളവർക്കൊക്കെ ടൈം തോന്നുമ്പോൾ പിള്ളേര്, അതായത് യൂത്തിനെയും പിള്ളേരെയും പോലും ശരിക്കും നോക്കാണ്ട് അവർക്ക് യാതൊരു ഇമ്പോർട്ടൻസ് ഇല്ല നമ്മുടെ രക്ഷിതാവ്. അത് പറഞ്ഞത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം സഭകളില് യൂത്തിന് ഒരു തരത്തിലും ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അവർക്കൊരു സമയം വേർതിരിവില്ല. നമുക്കറിയാം, കുട്ടികൾക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ പലതരത്തിൽ സൺഡേ സ്കൂളൊക്കെ പല കുട്ടികൾ പല ചർച്ചകൾ സൺഡേ സ്കൂളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞ് യൂത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അവരെ ശ്രദ്ധിക്കുവാൻ പോലും സമയമില്ലാത്ത ഒരു കാലഘട്ടം, ഒരു സഭാ നേതൃത്വം. സഭയിൽ എപ്പോഴും നമുക്കറിയാം 2 മണിക്കൂറിന്റെ കാര്യം. ഈ 2 മണിക്കൂറിന്റെ കാര്യത്തിൽ നമുക്കറിയാം, ആദ്യം നമുക്ക് ഒരു ഓർഡറാണല്ല. ആദ്യം പാസ്റ്റർ പ്രാർത്ഥിച്ചു, 2 പാട്ട് പാടി, പിന്നെ വീണ്ടും പ്രാർത്ഥിച്ചു, പ്രാർത്ഥന കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്തു, സ്വോത്രം കഴിച്ചു, അല്ലെങ്കിൽ സാക്ഷ്യം പറയാനുള്ള സമയം, അല്ലെങ്കിൽ ആരാധനക്കുള്ള സമയം, ഇങ്ങനെ വേർതിരിച്ച് എല്ലാം കാറ്റഗറൈസ് ചെയ്ത് അവസാനം പാസ്റ്റർ മെസ്സേജ് പറഞ്ഞു, അല്ലെങ്കിൽ 26 എല്ലാം കഴിഞ്ഞു. പക്ഷെ ഇതിലൊന്നും
യുവജനങ്ങൾക്കുള്ള യാതൊരു തരത്തിലുള്ള സമയം അവർ വേർതിരിക്കുന്നില്ല. വളരെ നല്ലൊരു അഭിപ്രായമാണ് നമുക്ക് സാൽവിൽ നിന്ന് കേട്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് സാൽവിലേക്ക് ചോദിക്കാം. സാൽവിൻ, അടുത്ത ചോദ്യം ഇതാണ്. ഈ സഭകളിൽ സാൽവിൻ പറഞ്ഞു പല സഭകളിലേക്ക് പോകുന്നുണ്ട്, പല സഭകളിലായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഈ പല സഭകളിൽ സാൽവിൻ അഭിമുഖീകരിച്ച പ്രതിസന്ധികൾ എന്തൊക്കെ? പ്രതിസന്ധി എന്ന് പറയുമ്പോൾ നമ്മള് ഓരോ ചർച്ചയ്ക്ക് വേറെ ചർച്ചയിലേക്ക് പോകുന്ന സമയത്ത് നമ്മള് ഒരു യുവാവാണ് കടന്നു വരുന്ന സമയം ഒരു ന്യൂക്കമ്മർ ആയിരിക്കും. ഒരുപക്ഷെ അവർ ചിലപ്പോൾ പരിചയപ്പെടുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അവരെന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, ആ ഒരു പർപ്പസ് ഇന്നൊരു ചർച്ചിൽ നിന്ന് വേറെ ചർച്ചിൽ ചെല്ലുമ്പോൾ ആ ചർച്ചിൽ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. പക്ഷെ അതെന്താണെന്ന് പോലും അന്വേഷിക്കുക അങ്ങനെയൊന്നും ചെയ്യാറേ ഇല്ല. നമ്മള് ഈ യൂത്ത് മീറ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പല സഭകളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളൊക്കെ ഒരുപാട് ആവേശത്തോടെയാണ് സഭകളിലേക്ക് ഏറ്റെടുക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അവിടുന്ന് ചെന്ന് കഴിയുന്ന സമയത്ത് അവര് ഒരു ബന്ധമില്ലാത്ത പോലെ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ സംഭവിക്കും. പ്രതിസന്ധികളിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് സാധ്യം പറഞ്ഞത്. നമ്മള് പല യൂത്ത് മീറ്റിങ്ങുകളിലേക്ക് കടന്ന് യൂത്ത് മീറ്റിങ്ങുകളുടെ ഇൻട്രൊഡക്ഷന് വേണ്ടി അല്ലെങ്കിൽ യൂത്ത് മീറ്റിങ്ങുകളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു നോട്ടീസ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ യൂത്ത് മീറ്റിംഗ് എന്തിനാണെന്ന് പോലും അറിയാത്ത തരത്തിലുള്ള ഒരു മനോഭാവമാണ് പലപ്പോഴും പലരിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ സാഹിബിന്റെ അനുഭവമാണ് ഇപ്പൊ പറഞ്ഞത്. യൂത്ത് മീറ്റിങ്ങുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് യൂത്ത് മീറ്റിംഗ്, അതിന്റെ യാതൊരു ആവശ്യമില്ല എന്നുള്ള കൺസെപ്റ്റാണ് പലപ്പോഴും പല ഇടങ്ങളിലുള്ളത്. ഇതിനൊരു ബാഡ് തിങ് ഉണ്ട്, നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ ബാഡ് തിങ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, യൂത്ത് പലപ്പോഴും വഴിതെറ്റി പോകുന്നുണ്ടെന്നുള്ള ഒരു ചിന്താഗതി പലപ്പോഴും പാരന്റ്സിനും മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ സഭാ നേതൃത്വങ്ങൾക്കും ഉണ്ടാകുന്നത് കൊണ്ട് ഈ യൂത്ത് മീറ്റിങ്ങുകളിലേക്ക് പലപ്പോഴും പറഞ്ഞു വിടാതെ അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊരു പറയും ഓക്കെ ചർച്ച പറഞ്ഞു പറഞ്ഞിട്ട് നമ്മള് അപ്പൊ അതിന്റെ ഒന്നാമത്തെ കാര്യം ഇതാണ്, യൂത്ത് വഴിതെറ്റി പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും യൂത്ത് മീറ്റിങ്ങുകളൊക്കെ വിടാതിരിക്കുന്നത്. പക്ഷെ അതിന് മറ്റൊരു തലം എന്ന് പറയുന്നത് വഴിതെറ്റി പോകാൻ കാരണമുണ്ട്. വഴിതെറ്റി പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവർക്കുള്ള ഫ്രീഡം. ഞാൻ മുന്നമേ പറഞ്ഞു, ഫ്രീഡം എന്ന് പറയുന്നത് അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഫ്രീഡത്തിന് വലിയ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. അപ്പം ഫ്രീഡം എന്ന് പറയുന്നത് ഇപ്പം ഒരു യുവാവും ഒരു യുവതി ഒന്നിച്ച് നടക്കുമ്പോൾ അതിനെ വേറെ രീതിയിൽ കാണുന്ന ആ ഒരു കാറ്റഗറൈസിൽ ആ ഒരു കാലഘട്ടം മാറി ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് യുവതികൾ മാറി ചിന്തിക്കുന്ന കാലഘട്ടത്തിലാണ്. ഇപ്പൊ ആ ഒരു രീതി ഏതൊരു സഭയാ ഗണത്തിലായാലും ശരി, കോളേജ് ഗണത്തിലായാലും ശരി, അത് ആ രീതിയിലേക്ക് പോകുമ്പോൾ അതിനെ അപ്പുറമായിട്ട് ചിന്തിക്കുമ്പോൾ അവർക്ക് അതിൽ നിന്ന് സഭയിൽ നിന്ന് പോകുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പം യുവാക്കളുടെ പ്രതിസന്ധിയിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെന്ന ഒരു കാര്യം അവർ അംഗീകരിക്കുന്നില്ല, അവർക്കുള്ള പ്ലാറ്റ്ഫോം അവർക്ക് നൽകി കൊടുക്കുന്നില്ല. പിന്നെന്തായിരുന്നു പറഞ്ഞാൽ അവർക്കൊരു സമയം കൊടുക്കുന്നില്ല. ഈ കാര്യങ്ങളാണ് സാൽവിൽ നിന്ന് നമുക്ക് കേൾക്കുവാനിടയായി തീർന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ യുവാക്കളുടെ ജീവിതത്തിൽ പലപ്പോഴും തഴയപ്പെടുന്നത് അല്ലെങ്കിൽ പല സഭകളിലും നമുക്ക് ഒരു ഇമ്പോർട്ടൻസ് കിട്ടാത്തതിനുള്ള കാരണം ഒന്ന് നമ്മുടെ മുന്നമേ ഉണ്ടായിരുന്ന യുവാക്കൾ ചെയ്തു വെച്ച പരിണത ഫലമായിരിക്കാം ഒരു പക്ഷേ. മറിച്ച് മറ്റൊന്ന്, യുവാക്കൾക്ക് ഒന്നും അറിയത്തില്ല അല്ലെങ്കിൽ അവര് ചിന്തിക്കുന്നതും അതൊന്നും നല്ലതല്ല എന്നുള്ള ചിന്താഗതി നമ്മുടെ സഭാ നേതൃത്വങ്ങൾക്ക് ഉണ്ടായേക്കാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവരൊക്കെ തള്ളപ്പെടേണ്ട ഒരു കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരെ നശിച്ചുപോയ തലമുറയാണെന്നുള്ള ഒരു കാറ്റഗറൈസ് ചെയ്തു വെച്ചത് കൊണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് പലപ്പോഴും യുവാക്കൾക്ക് സഭകളിൽ സ്ഥാനം ലഭിക്കാത്തതിന്റെ ഏറ്റവും വലിയ കാരണം. തുടർന്നും ഈ എപ്പിസോഡുകളെ നിങ്ങൾ വീക്ഷിക്കുക. നമ്മള് ഇനിയും അനേകം ആൾക്കാരുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുന്ന സമയത്ത് കണ്ടതാണ്, ചർച്ചിൽ പോകുന്നില്ല എന്നുകൊണ്ട് ഒരു വീഡിയോ അതിന്റെ ഇടയിൽ ഒരുപാട് കമന്റ്സ് ഉണ്ട്. ഞങ്ങളും പോകുന്നില്ല ബ്രോ, സെയിം ടു ബ്രോ, സപ്പോർട്ട് ചെയ്യുന്നു ബ്രോ. കാരണം അവര് അതിനകത്ത് പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്കൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, ചർച്ചകൾ ഞങ്ങൾക്കൊന്നും തരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട ഒന്നും ചർച്ചയിൽ കിട്ടുന്നില്ല. ഞങ്ങൾക്ക് ചർച്ചയ്ക്ക് അങ്ങനത്തെ കുറെ കമന്റ്സ് ഞാൻ കാണാറുണ്ട്. ഇന്നത്തെ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ എത്തി നോക്കി കഴിഞ്ഞാലും കാലം ഒത്തിരി വന്നു. സോഷ്യൽ മീഡിയ ഒത്തിരി വളർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഈ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവരെ
ഒരു പാപികളായിട്ട് കാണുന്ന ഒരു കാറ്റഗറൈസ് ചെയ്യുന്ന ആൾക്കാർ പോലും ഇന്നത്തെ സഭയിലുണ്ട്. ഇന്നത്തെ നമ്മളെ മുതിർന്ന അപ്പച്ചന്മാരൊക്കെ പലപ്പോഴും അവരൊക്കെ ഫേസ്ബുക്കിന്റെ ആൾക്കാരാണ്. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ഒരു പാപികളും ഫേസ്ബുക്കിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ നല്ലതോ ഇങ്ങനെയുള്ള ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഞാൻ കോമൺ ആയിട്ടുള്ള കാര്യം ആരും പേഴ്സണൽ ആയിട്ട് പറഞ്ഞല്ല. അത് വളരെ ഇന്നത്തെ കാലഘട്ടം, അതായത് യുവാക്കൾക്ക് സഭയിൽ ഒന്നും കിട്ടുന്നില്ല. തീർച്ചയായിട്ടും യുവാക്കൾക്ക് സഭയിൽ സമയം കിട്ടുന്നില്ല, അവർക്കുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. എന്തിനാണ് യേശുക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ ദൈവമാണെന്ന് അറിയാം, അല്ലാതെ യേശുക്രിസ്തു എന്തിനാണ് പാപികൾ രക്ഷിച്ചെന്ന് ചോദിച്ചാൽ അറിയാത്ത യുവാക്കളാണ് പലപ്പോഴും നമ്മുടെ ചുറ്റും അറിയുക. ഈ യുവാക്കള് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ അവരെ പാപികളാക്കി അവരെ മറ്റൊരു സൈഡിലേക്ക് മാറ്റി നിർത്തുന്ന ഒരു കാറ്റഗറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ തള്ളി നീക്കുന്ന ഒരു സഭാ നേതൃത്വങ്ങൾ മാറി ചിന്തിക്കേണ്ടുന്ന കാലഘട്ടം അനിവാര്യമായിരിക്കുകയാണ്. സഭ വളരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സഭയിൽ ആൾക്കാർ ആത്മീകമായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ വചനം പഠിപ്പിക്കുക തന്നെ ചെയ്യണം. വചനത്തിലൂടെ അല്ലാതെ യുവാക്കളെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കില്ല, ആർക്കും സാധിക്കില്ല. വചനത്തിന്റെ ഉള്ളറകളിലേക്ക് അല്ലെങ്കിൽ മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി എല്ലാ സഭാ നേതൃത്വങ്ങളും ഒന്നിക്കണം. അതിനായി ദൈവം നിങ്ങളോട്